മിഡിൽ ഈസ്റ്റ് അഥവാ പശ്ചിമേഷ്യ വീണ്ടും ലോകത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന അസ്ഥിരതയ്ക്കും പ്രാദേശിക തർക്കങ്ങൾക്കും അപ്പുറം ഇപ്പോൾ സംഭവിക്കുന്നത് ലോകശക്തിയായ അമേരിക്കയും പ്രാദേശിക ശക്തിയായ ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് മുന്നോടിയായുള്ള നീക്കങ്ങളാണ്. വ്യോമാക്രമണങ്ങൾക്കും മിസൈൽ വർഷങ്ങൾക്കും അപ്പുറം യുദ്ധം ഒരു ഗ്രൗണ്ട് ഇൻവെൻഷൻ അഥവാ കരയുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നിലവിലെ സംഭവവികാസങ്ങൾ നൽകുന്നത്. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വീര്യമേറിയതും വേഗതയുള്ളതുമായ വിഭാഗമാണ് നോർത്ത് കരോലിനയിലെ ഫോർട്ട് ബ്രാഗ് ആസ്ഥാനമായുള്ള 82ാമത് എയർബോൺ ഡിവിഷൻ. മിഡിൽ ഈസ്റ്റിലെ ഈ വിഭാഗത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് പാരാട്രൂപ്പർമാരെ വിന്യസിക്കാനുള്ള പെന്റഗണിന്റെ തീരുമാനം കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയ ഒരു സൈനിക നീക്കമാണ്. ഒരു ഉത്തരവ് ലഭിച്ചാൽ വെറും 18 മണിക്കൂറിനുള്ളിൽ ലോകത്തെ ഏത് ഭാഗത്തും യുദ്ധത്തിന് സജ്ജമായി എത്താൻ ഈ ഡിവിഷന് സാധിക്കും. ഇവരുടെ സാന്നിധ്യം അർത്ഥമാക്കുന്നത് ഏത് നിമിഷവും ഒരു അടിയന്തര സൈനിക നടപടി അമേരിക്ക പ്രതീക്ഷിക്കുന്നുവെന്നാണ്. വ്യോമസേനയെ മാത്രം ഉപയോഗിച്ച് യുദ്ധം ചെയ്യിക്കുക പ്രായോഗികമല്ലെന്ന് ആധുനിക സൈനിക തന്ത്രങ്ങൾ പറയുന്നു. ശത്രുവിന്റെ മണ്ണിൽ തന്ത്രപ്രധാനമായ ഇടങ്ങൾ പിടിച്ചെടുക്കാനും നിലനിർത്താനും ബൂട്ടുകൾ മണ്ണിൽ പതിയുക എന്നതാണ് അനിവാര്യം. 82ാമത് എയർബോൺ ഇതിനുവേണ്ടി പ്രത്യേകം പരിശീലിക്കപ്പെട്ടവരാണ്. ഏകദേശം 2500ഓളം മറൈനുകൾ, സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റുകൾ, വൻതോതിലുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ദീർഘകാല യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നതിന്റെ തെളിവാണ്. അമേരിക്കയുടെ സൈനിക വിന്യാസത്തിന് ഇറാൻ നൽകിയ മറുപടി തോക്കുകൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് ഡിജിറ്റൽ യുദ്ധമുഖത്ത് നിന്നുള്ള ഒരു ശക്തമായ സന്ദേശമായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV പുറത്തുവിട്ട ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയായി കഴിഞ്ഞു. ഇറാനിയൻ കമാൻഡോകൾ യുദ്ധസജ്ജമായി നിൽക്കുന്ന ദൃശ്യങ്ങളോടൊപ്പം നൽകിയ വെല്ലുവിളി അമേരിക്കൻ സൈനികരിലും അവരുടെ കുടുംബങ്ങളിലും ഭീതി നിറയ്ക്കാനും ഇറാന്റെ ജനതയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമുള്ള തന്ത്രമാണ്. സ്വന്തം ഭൂപ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇറാൻ സൈന്യത്തിന് അനുകൂലമാണ്. വർഷങ്ങളായി അമേരിക്കൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒളിപ്പോർ രീതികളും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ ഇറാൻ നിശബ്ദത പാലിച്ചേക്കാം. എന്നാൽ അമേരിക്കൻ സൈനികരെ ഇറാനിയൻ മണ്ണിലേക്ക് കാലുകുത്തിയാൽ അതൊരു മരണക്കെണി ആയിരിക്കുമെന്ന മുന്നറിയിപ്പാണ് അടുത്ത വരും വാക്കുകളിലൂടെ അവർ നൽകുന്നത്. അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ ഇറാൻ നിശബ്ദത പാലിച്ചേക്കാം. എന്നാൽ അമേരിക്കൻ സൈനികർ ഇറാനിയൻ മണ്ണിലേക്ക് കാലുകുത്തിയാൽ അതൊരു മരണക്കെണി ആയിരിക്കുമെന്ന മുന്നറിയിപ്പാണ് അടുത്തു വരുമെന്ന വാക്കുകളിലൂടെ അവർ നൽകുന്നത്. ഇതുവരെ നടന്ന സംഘർഷങ്ങൾ മിക്കവാറും ഹൈടെക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ളതായിരുന്നു. ഡ്രോണുകൾ, ലോങ് റേഞ്ച് മിസൈലുകൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവയ്ക്കായിരുന്നു മുൻഗണന. എന്നാൽ ഇപ്പോൾ വരാനിരിക്കുന്ന ഇതിലും ഭീകരമായ ഒന്നാണ്. ഒരു കരയുദ്ധം എന്നാൽ സൈനികർ മുഖാമുഖം കാണുന്ന പോരാട്ടമാണ്. ഇതിൽ സാങ്കേതിക വിദ്യയേക്കാൾ കൂടുതൽ മനുഷ്യജീവനുകളാണ് വിലയായി നൽകേണ്ടി വരിക. പശ്ചിമേഷ്യയിലെ ജനസാന്ദ്രതയേറിയ നഗരങ്ങളിലേക്ക് യുദ്ധം പടർന്നാൽ അത് സിവിലിയന്മാരുടെയും വലിയ തോതിലുള്ള കൂട്ടക്കുരുതിക്ക് കാരണമാകും. സിറിയയിലും ഇറാഖിലും നമ്മൾ കണ്ടതിനേക്കാൾ ഭയാനകമായ ദൃശ്യങ്ങളാകും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, ഇതിന് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദന മേഖലയായ പശ്ചിമേഷ്യയിൽ യുദ്ധം പടർന്നാൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇത് ഇന്ത്യ അടക്കമുള്ള വികസന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. ഇറാന് റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷമായ പിന്തുണയുണ്ട്. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നേരിട്ട് ഇടപെടുന്നത് ഈ വൻ ശക്തികൾക്കിടയിൽ ധ്രുവീകരണം ശക്തമാക്കുകയും മറ്റൊരു ശീതയുദ്ധത്തിലേക്കോ ലോകമഹായുദ്ധത്തിലേക്കോ നയിച്ചേക്കാം എന്ന ഭീതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഭീഷണി ഇറാൻ പലവട്ടം ഉയർത്തിയിട്ടുണ്ട്. ഇത് സംഭവിച്ചാൽ ആഗോള വ്യാപാര ശൃംഖല തന്നെ തകരും. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പറയുന്നത് തങ്ങൾ സമാധാനത്തിന് ആഗ്രഹിക്കുന്നുവെന്നും നയതന്ത്ര ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നുമാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾ ഇതിന് നേർ വിപരീതമാണ്. അയൽരാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ സംരക്ഷിക്കാനാണ് ഈ വിന്യാസമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. എന്നാൽ 82ാമത് എയർബോൺ പോലുള്ള ഒരു ആക്രമണകാരി സേനയെ വിന്യസിക്കുന്നത് ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പായിട്ടല്ലാതെ കാണാൻ കഴിയില്ല. അമേരിക്കയ്ക്കുള്ളിലും ഈ സൈനിക നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. മറ്റൊരു ദീർഘകാല യുദ്ധത്തിലേക്ക് അമേരിക്കൻ യുവത്വത്തെ തള്ളിവിടുന്നതിനോട് പലർക്കും വിയോജിപ്പുണ്ട്. യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഭരണാധികാരികളാണെങ്കിലും അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. കരയുദ്ധം തുടങ്ങിയാൽ ലക്ഷക്കണക്കിന് ആളുകൾ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരും. ഇത് യൂറോപ്പിലും ഏഷ്യയിലും വലിയൊരു അഭയാർത്ഥി പ്രതിസന്ധി സൃഷ്ടിക്കും. യുദ്ധം നടക്കുന്ന മേഖലകളിൽ മരുന്നിനും ഭക്ഷണത്തിനും വലിയ ദൗർബല്യം അനുഭവപ്പെടും. ഇതിനോടകം തന്നെ സാമ്പത്തിക ഉപരോധങ്ങളിൽ തളർന്ന ഇറാനിലെ ജനതയ്ക്ക് ഒരു യുദ്ധം താങ്ങാനാവില്ല. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സമാധാനത്തിനുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഈ സംഘർഷത്തിലെ മറ്റൊരു പ്രധാന കക്ഷി ഇസ്രായേലാണ്. ഇറാന്റെ നീക്കങ്ങളെ ഇസ്രായേൽ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയാൽ ഇസ്രായേലും സജീവമായി പങ്കാളിയാകും. ഇത് യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കും. ദശാബ്ദങ്ങളായി നടന്ന സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന്റെ തെളിവാണ് ഇന്നത്തെ ഈ സൈനിക വിന്യാസങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ മണലാരണ്യങ്ങൾ വീണ്ടും
രക്തരൂക്ഷിതമാകാൻ പോവുകയാണോ എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കും. അമേരിക്കയുടെ 82ാമത് എയർബോൺ ഡിവിഷൻ നൽകുന്ന സൈനിക ഭീഷണിയും ഇറാന്റെ അടുത്ത് വരൂ എന്ന തന്ത്രപരമായ വെല്ലുവിളിയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ലോകം ഒരു വലിയ ദുരന്തത്തിന്റെ നിഴലിലാകും. ഇതൊരു കേവലം പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആധുനിക ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ്. ആയുധങ്ങൾക്കും അഹങ്കാരങ്ങൾക്കും അപ്പുറം മനുഷ്യത്വത്തിനും സമാധാനത്തിനും ഒരു അവസരം കൂടി ലഭിക്കുമോ എന്നതാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഏക കാര്യം. യുദ്ധത്തിന്റെ മുഴക്കം ഇപ്പോൾ ചക്രവാളത്തിലല്ല, മറിച്ച് നമ്മുടെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ജാഗ്രതയോടെയും പ്രാർത്ഥനയോടെയും ലോകം ആ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്.